സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ ടി വി കാണുന്ന മുഴുവനും എന്തൊരു സങ്കടമാണ്. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്നവരാണ് ശിക്ഷ ഇവിടെ വരണം. എന്നാലും അത് കൈ വെട്ടണം, കാല് വെട്ടണം, അതൊക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? എനിക്ക് താമരശ്ശേരി പാമ്പയാഞ്ഞല്ലേ ഞാൻ പോയത്. താമരശ്ശേരി ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടെ എന്ത് മര്യാദയാണ് കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കരുത്. ആ കുട്ടികളെ ശിക്ഷിക്കണം, മാതൃകാപരമായി ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക്. 15 ബാലനിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത് ചൂരവടി കൊടുക്കണം. ടീച്ചർമാരെ കൈ ചൂരവടി വേണം, അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. അതെ, എവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ. അർഹതപ്പെട്ടവർക്ക് അടി കൊടുത്ത് തന്നെ വളർത്തണം. രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തണം. രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ചു തന്നെ വളർത്തണം. സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വന്നതാണ്. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? ആരെ പഠിച്ച് ജയിലാക്കിയിട്ടോ ചില ചെറുപ്പക്കാർ പിള്ളേർ. ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുചേർത്തില്ല, ഒരു രാഷ്ട്രത്തിലും ഒരു മതത്തിലുമില്ല. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? അത്രയാണ് എനിക്ക് പറയാം. വേറെ ഒന്നും എനിക്ക് പറയാം.